رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم إلهي لا تعذبني فإني مقر بالذي قد كان مني يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കടാക്ഷം കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റഹ്മത്തുള്ളാഹി അലൈഹി, ആ പേര് ഭുവന പ്രശസ്തമാണ്, നമുക്കെല്ലാം സുപരിചിതമാണ്. ലുഖ്മാനുൽ ഹകീം എന്ന നാമം പരിശുദ്ധ ഖുർആൻ ശരീഫിൽ മഹാനവറുകളുടെ നാമധേയത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. മഹാനവറുകൾ ഒരു അബിസീനിയൻ അടിമയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അടിമയായിരിക്കുന്ന സമയത്ത് ഉടമസ്ഥൻ, യജമാനൻ ഒരിക്കൽ ആവശ്യപ്പെടുകയാണ് തന്റെ അടിമയോട് ഒരു ആടിനെ അറുക്കണം, എന്നിട്ട് അതിന്റെ ഏറ്റവും നല്ല ഭാഗം നോക്കി എനിക്ക് കൊണ്ടുവന്ന് തരുകയും വേണം. ആടിന്റെ ഏറ്റവും നല്ല ഭാഗം നോക്കി എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ലുഖ്മാനുൽ ഹകീം റഹ്മത്തുള്ളാഹി അലൈഹി ആടിനെ അറുത്ത് കൊണ്ടുവന്നു കൊടുത്തത് ആടിന്റെ നാവും ആടിന്റെ കൽബുമാണ്. ഏറ്റവും നല്ല ഭാഗമാണ് ചോദിച്ചത്. നാവ് എന്നത് ആടിന്റെ ഏറ്റവും നല്ലൊരു ഭാഗമായി കഴിക്കുന്ന സമയത്ത് നാം കണക്ക് കൂട്ടാറില്ല. ലുഖ്മാനുൽ ഹകീം റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദ്യം ചെയ്തു. മഹാനവറുകൾ മൗനം പാലിച്ചു. പിന്നീട് ഒരിക്കൽ യജമാനൻ ആടിനെ അറുത്തിട്ട് ഏറ്റവും മോശമായ ഭാഗം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നാവും കൽബും തന്നെ കൊണ്ടുപോയി കൊടുത്തു. ചരിത്രം നമുക്കെല്ലാം സുപരിചിതമാണ്. എന്താണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ലുഖ്മാനുൽ ഹകീം റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദ്യം ചോദിച്ചതിന് മറുപടി അപ്പോഴാണ് കൊടുക്കുന്നത് യജമാനനോട്. എന്താണ് പറഞ്ഞത്? ലാ അത്യബ മിൻഹുമാ, ഇതിനേക്കാളും നല്ലതൊന്നില്ല. ഇദാ ത്വാബ, ഇത് രണ്ടും നന്നായാൽ. കൽബും നാവും, മനസ്സും നാവും നന്നായാൽ ഇതിനോളം നല്ലതായതൊന്നുമില്ല. വലാ അഖ്ബസ മിൻഹുമാ, ഇതിനേക്കാൾ മോശമായതൊന്നുമില്ല. ഇദാ ഖബുസ, ഇത് രണ്ടും മോശമായ. ഇത് കൽബും നാവും മനസ്സും നന്നായാൽ അത്രയും നല്ലതായി മറ്റതൊന്നുമില്ല. കൽബും നാവും മോശമായാൽ അത്രത്തോളം മോശമായതൊന്നുമില്ല എന്ന് ലുഖ്മാനുൽ ഹകീം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ബഹുമാനികളെ, ഇത് വെറും ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അധ്യാപനം മാത്രമല്ല. ഇന്ന് നമുക്ക് നേരിടുന്ന അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മനുഷ്യൻ മോശമായതിന്റെ അടയാളങ്ങളാണ്, അനുരണനങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
മനുഷ്യന്റെ ചിന്താഗതിയും മനുഷ്യന്റെ വാക്കുകളുമെല്ലാം മോശമായതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹി വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ച ഒരു കാര്യം, മനുഷ്യന്റെ മനസ്സും നാവും മോശമായി കഴിഞ്ഞാൽ എല്ലാ രീതിയിലും മോശമായി തീരും എന്ന ഒരു അധ്യാപനം ലോകത്തിന് നൽകിയിട്ടുണ്ട് എങ്കിൽ, ബഹുമാനികളെ, നാം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വൈയക്തിക, സാമൂഹിക, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള കാരണം മനുഷ്യ മനസ്സിന്റെ സങ്കുചിതത്വമാണ്. അല്ല എന്ന് പറഞ്ഞു, മനുഷ്യ മനസ്സിന്റെ സങ്കുചിതത്വമാണ് ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം. മനുഷ്യ മനസ്സ് സങ്കുചിതമായി പോയിരിക്കുകയാണ്. സ്വന്തം നിലനിൽപ്പും സ്വന്തം നേട്ടവും മാത്രമാണ് മനുഷ്യൻ നോക്കുന്നത്. അതൊക്കെ തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും എല്ലാം ലക്ഷ്യം. ഹോർമുസ് കടലിടുക്ക് നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമാകുന്ന ഈ സാഹചര്യത്തിലും എന്തുകൊണ്ട് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു, പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല? ബഹുമാനികളെ, മനുഷ്യ മനസ്സ് സങ്കുചിതമായി പോയി കഴിഞ്ഞാൽ, അഹങ്കാരത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ, എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നതാണ്. അത് നാം ലോകത്തുനിന്ന് പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നാം പാഠമാക്കുകയും വേണം. ഒരാൾക്ക് മുമ്പിലും അഹങ്കാരത്തിന്റെ രീതി എടുക്കാൻ നമ്മൾ തയ്യാറാകരുത് എന്ന ഒരു പാഠം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ബഹുമാനികളെ, നമ്മുടെ മനസ്സ് സങ്കുചിതമായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും നമുക്ക് നേരിടേണ്ടി വരും, നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഒരിക്കലും നമ്മുടെ മനസ്സ് സങ്കുചിതമായി പോകരുത്. മനസ്സിന് രണ്ട് അവസ്ഥയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യ മനസ്സിന് രണ്ടവസ്ഥയാണുള്ളത്. ഒന്നെന്താണെന്നറിയോ? വിശാലമായ മനസ്സ്, കാരുണ്യവും സ്നേഹവുമുള്ള, എല്ലാവരോടും സഹവർത്തിത്വ മനോഭാവത്തോടെ കാണാൻ കഴിയുന്ന ഒരു മനസ്സാണ് ഒന്നാമത്തത്. മറ്റൊന്ന് സങ്കുചിതമായ മനസ്സാണ്, ഇടുങ്ങിയ മനസ്സ്. ഈ രണ്ട് മനസ്സുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മയ്യുരിദില്ലാഹു അയ്യഹ്ദിയഹു. അല്ലാഹു തആല ആരെങ്കിലും നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ യശ്റഹു സദ്റഹു, അവന്റെ മനസ്സിന് അല്ലാഹു തആല വിശാലത നൽകും. എല്ലാം ഉൾക്കൊള്ളാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനുള്ള നല്ല ഒരു അവസ്ഥ, വിശാലമായ ഒരു അവസ്ഥ അല്ലാഹു തആല അവന്റെ മനസ്സിന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്ത്? മയ്യുരിദില്ലാഹു അയ്യഹ്ദിയഹു. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ യശ്റഹു സദ്റഹു, അവന്റെ മനസ്സിന് അല്ലാഹു തആല വിശാലത നൽകും എന്നുള്ളതാണ്. എന്നാൽ വമയ്യുരിദില്ലാഹു അയ്യുദില്ലഹു, ഒരു മനുഷ്യനെ വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാലോ, ഒരു മനുഷ്യനെ വഴികേടിലാക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജാ, അവന്റെ മനസ്സിനെ അല്ലാഹു തആല സങ്കുചിതമാക്കി കളയും, കുടുസാക്കി കളയും. ഒന്നിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, പെട്ടെന്ന് ചാടിക്കളിക്കുന്ന, അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ മനസ്സുള്ള, ആരോടും സ്നേഹവും കാരുണ്യവും ഇല്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയാക്കിക്കൊണ്ട് ആ മനുഷ്യനെ മാറ്റിക്കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആലോചിച്ചു നോക്കൂ, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യനെ പടച്ച, സംവിധാനിച്ച, അവന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന രക്ഷിതാവ് തന്നെ പറയുകയാണ്, ഒരു മനുഷ്യനെ നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് വിശാലത കൊടുക്കുമെന്ന്. ഇനി നാം ഓരോരുത്തരും നമ്മളിലേക്ക് ചിന്തിക്കുക. നമ്മളെ അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളിലേക്ക് ചിന്തിക്കും, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എങ്ങനെയാണ്? കുടുസാണോ? നമ്മുടെ മാതാപിതാക്കളോട്, ഇണകളോട്, സന്താനങ്ങളോട്, സഹോദരങ്ങളോട്, അയൽവാസികളോട്, സഹപ്രവർത്തകരോട് നമ്മുടെ സമീപനം എങ്ങനെ നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും അല്ലാഹു നമ്മളെ നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, മയ്യുരിദില്ലാഹു അയ്യഹ്ദിയഹു യശ്റഹു സദ്റഹു, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല വിശാലത നൽകുന്നു.
വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജ, സങ്കുചിത മനസ്സിന്റെ ഉടമസ്ഥനാക്കി അല്ലാഹു തആല മാറ്റിക്കളയും എന്നതാണ് പരിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, തഊദുൽ ഖുലൂബു ഖൽബൈൻ, തഊദുൽ ഖുലൂബു, ഖൽബുകളെല്ലാം മടങ്ങും, ഖൽബൈനി, രണ്ട് ഖൽബുകളായിട്ട് മടങ്ങും. ഒരു ഖൽബിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഖൽബിന്റെ അവസ്ഥ അർശുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ സിംഹാസനമായിരിക്കും ഒരു ഖൽബ്. മറ്റൊരു ഖൽബോ അർശുശ് ശൈത്താൻ, പിശാചിന്റെ സിംഹാസനമായിരിക്കും. വിശാലമായ മനസ്സ്, എല്ലാവരെയും കാരുണ്യത്തോടെ സ്നേഹത്തോടെ കാണുന്ന മനസ്സിൽ ദൈവീകമായ സാന്നിധ്യമുണ്ടാകും. അതേത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ല മനസ്സിന്റെ, വിശാലമായ ഒരു മനസ്സിന്റെ ഉടമസ്ഥനിന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ദൈവീകമായ സാന്നിധ്യമുണ്ട്. സങ്കുചിതത്വ മനസ്സാണ് ഉള്ളതെങ്കിൽ, അഹങ്കാരത്തിന്റെ മനസ്സാണ് ഉള്ളതെങ്കിൽ, അമേരിക്കൻ ആധിപത്യ മനസ്സാണ് ഉള്ളതെങ്കിൽ, അർശുശ് ശൈത്താൻ, ആ ഹൃദയം എന്താണ്? ശൈത്താന്റെ സിംഹാസനമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, മുഅ്മിനീങ്ങളുടെ ഹൃദയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനമാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഒരു വലിയ മഹാനവർ പറയുന്നുണ്ട്, അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി ഹുവ ബൈതുൽ മഅമൂർ ഫിൽ ഇൻസാനി. മുഅ്മിനിന്റെ ഹൃദയം റഹ്മാനായ അല്ലാഹുവിന്റെ സിംഹാസനമാണ്. ബഹുമാനികളെ, നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ട് എങ്കിൽ, തഖ്വയുണ്ട് എങ്കിൽ, സ്നേഹമുണ്ട് എങ്കിൽ, കാരുണ്യമുണ്ട് എങ്കിൽ, അത് നമ്മുടെ ഹൃദയം എന്താണ്? അല്ലാഹുവിന്റെ അർശാണ്. തഖ്വയില്ല എങ്കിൽ, തവക്കുലില്ല എങ്കിൽ, ഈമാൻ യഥാർത്ഥമല്ല എങ്കിൽ, കപടവിശ്വാസത്തിന്റെ ഉടമകളാണ് നാം എങ്കിൽ, നമ്മുടെ മനസ്സ് സങ്കുചിതത്വത്തിന്റെ ഉടമസ്ഥതയിൽ ആണ് എങ്കിൽ, നമ്മുടെ ഹൃദയം അർശുശ് ശൈത്താൻ, ശൈത്താന്റെ സിംഹാസനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാ നിലകൊള്ളുന്നത്? പള്ളിയിലോ ദേവാലയങ്ങളിലോ? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ലാഹു തആല നിലകൊള്ളുന്നത്. അങ്ങനെയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? ഉള്ളതെല്ലാം ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല, ഉള്ളതിന്റെ ഉള്ളിലുണ്ട് ഉള്ളതായ ഒരു ഉള്ളത്. നമുക്ക് നാശമുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്തല്ല ഉള്ളതെന്ന് പറയാൻ കഴിയില്ല. എന്നാലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഉള്ളതായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാന്നിധ്യമുണ്ട് എന്നതാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാൻ കഴിയുമ്പോഴാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന വാക്ക് അന്വർത്ഥമാവുകയുള്ളൂ. ഞാൻ ഒരു കാര്യത്തിൽ സാക്ഷിയാണെന്ന് പറയണമെങ്കിൽ നമ്മൾ കാണണ്ടേ? ഒരു കാര്യം കണ്ടു കഴിയുമ്പോഴല്ലേ ഞാൻ സാക്ഷിയാണെന്ന് പറയാ. നമ്മുടെ ഷഹാദത്ത് നാം സാക്ഷിയായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അങ്ങനെയല്ലേ നമ്മൾ അർത്ഥം പറയണത്. എന്താ സാക്ഷ്യം വഹിക്കുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന്. നീ അല്ലാഹുവിനെ കണ്ടോ? സാക്ഷിയാകാൻ. ബഹുമാനികളെ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ അന്തരാളത്തിൽ അല്ലാഹുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ട് പറയണം അശ്ഹദു. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സിൽ അസൂയ പാടില്ല, അഹങ്കാരം പാടില്ല, അപരവിദ്വേഷം പാടില്ല. ഉണ്ടെങ്കിൽ അശ്ഹദു എന്ന് പറയുന്നത് കളവായിട്ട് മാറും എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹൃദയം ഇരുണ്ടതാണ് എങ്കിൽ എങ്ങനെയാണ് അല്ലാഹുവിനെ നമുക്ക് കാണാൻ കഴിയുക? റബീഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ജീവചരിത്രത്തിൽ ഒരു സംഭവം കാണാം. സന്ധ്യാസമയമായപ്പോ മഹദി അവറുകൾ തിരക്കിട്ടുകൊണ്ട് വീടിന് പുറത്തു വന്നുകൊണ്ട് എന്തോ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. മഹദി അവറുകൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകളുണ്ട്. എന്തോ വീടിന് പുറത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന റബീഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് അംഗരക്ഷകരായ ആളുകൾ, തനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു മഹദി അവറുകളോട്, നിങ്ങൾ എന്തോ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താണ് അന്വേഷിക്കുന്നത്? അപ്പൊ പറഞ്ഞു,
എന്റെ സൂചി വീണുപോയി, ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സൂചി വീണുപോയി, അതന്വേഷിക്കുന്നതാണ്. അപ്പൊ അവരും അന്വേഷിക്കാൻ പോയി. കുറെ നേരം അന്വേഷിച്ചിട്ടും സൂചി കാണുന്നില്ല. എല്ലാവരും അരിച്ചു പറയും, സൂചി ഉണ്ടെങ്കിൽ കണ്ടു കിട്ടും. ആ നിലക്ക് എല്ലാവരും അരിച്ചു പറയും, സൂചി കിട്ടിയില്ല. അപ്പൊ റബീഅത്ത് റളിയല്ലാഹു തആല ചോദിച്ചു, എവിടെയാ സൂചി വീണത്? അപ്പൊ പറഞ്ഞു, വീടിനകത്ത് വെച്ചാ ഞാൻ നെയ്തത്, അപ്പൊ അതിന്റെ അകത്താ സൂചി വീണത്. അപ്പൊ എന്താ പുറത്തന്വേഷിക്കുന്നത്? പുറത്തിവിടെ വെളിച്ചമുണ്ട്, വീടിനകത്ത് എന്താണ്? ഇരുട്ടാണ്. ഇരുട്ടത്ത് അന്വേഷണം കിട്ടൂലല്ലോ. അപ്പോ കൂടി നിന്ന ആളുകൾ ചോദിക്കുകയാണ്, എന്ത് വിഡ്ഢിത്തരാ നിങ്ങൾ പറയുന്നത്? വീടിനകത്ത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് മാറ്റാനുള്ള മാർഗമല്ലേ കാണേണ്ടത്? അതല്ലാതെ വെളിച്ചമുള്ള ഭാഗത്ത് വന്നിട്ട് നോക്കുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ അദ്വിയ്യ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇത് തന്നെയല്ലേ മനുഷ്യന്മാരെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ അന്വേഷിക്കുന്നത് പള്ളിയിലും മറ്റ് ആരാധനാലയങ്ങളിലൊക്കെ അല്ലേ? നിങ്ങളുടെ ഉള്ളിലാണ് അള്ളാഹു ഉള്ളത്. ഉള്ളിന്റെ ഇരുട്ട് മാറ്റിയാൽ മാത്രമാണ് അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്ന് റബീഅത്തുൽ അദ്വിയ്യ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ശരിയല്ലേ ബഹുമാനികളെ? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, ഏകത്വത്തെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല? നമ്മുടെ മനസ്സ് അത്രയും മലീമസമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. നിസ്കാരമുണ്ട്, തഹജ്ജുദുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിന്റെ അഴുക്കുകൾ മാറ്റാനുള്ള മാർഗം എന്ത് എന്ന് നാം അന്വേഷിച്ചിട്ടുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു ഹദീസിൽ, ഇന്നലിൽ ഹസനത റിയാഅൻ ഫിൽ വജ്ഹി വനൂറൻ ഫിൽ ഖൽബ്. ഒരു മനുഷ്യൻ നന്മയായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ, നന്മയായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ, റിയാഅൻ ഫിൽ വജ്ഹി, അവന്റെ മുഖത്ത് ഒരു പ്രകാശമുണ്ടാകും. വനൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിലും പ്രകാശമുണ്ടാകുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഇന്നലിസ്സയ്യിഅത്തി, ദോഷമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ചിന്തിക്കുന്നത് എങ്കിൽ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? സവാദം ഫിൽ വജ്ഹ്, മുഖം കറുത്തുപോകും. വദുൽമതം ഫിൽ ഖൽബ്, ഹൃദയത്തിലും ഇരുട്ടായിരിക്കും എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനികളെ, നമ്മുടെ ഹൃദയം വിശാലമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, ചിന്തിക്കണം. എന്നാൽ മാത്രമാണ് മുഖത്ത് നമുക്ക് പ്രകാശം ഉണ്ടാവുകയുള്ളൂ, ഹൃദയവും പ്രകാശിക്കും. മോശമായ കാര്യങ്ങളാണ് നാം ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എങ്കിൽ ബഹുമാനികളെ, നമ്മുടെ ഹൃദയം കറുത്തുപോകും, ഇരുട്ട് നിറഞ്ഞതായി തീരും. പിന്നെ അവിടെ അല്ലാഹുവിനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ നന്മകളിൽ മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തിന്മകൾ നമ്മുടെ ഹൃദയത്തെ കറുപ്പുള്ളതാക്കി തീർക്കും, സങ്കുചിതത്തിലേക്ക് മാറ്റി തീർക്കും എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയം സങ്കുചിതമായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് കുറച്ച് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്, അല്ലയോ തങ്ങളെ, ദോഷം ചെയ്യാതിരിക്കണമെന്നുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ല. സാഇദിനി അലൽ ബുഅദി മഅസിയത്തില്ലാഹ്. ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് കുറച്ച് ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ്, എന്ത് ദോഷം, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ തൊട്ട് എനിക്ക് അനുസരണക്കേട് കാണിക്കാതിരിക്കണമെന്നുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. തിന്മ ചെയ്യാതിരിക്കണമെന്നുണ്ട്, അതിന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സ്ഥലത്തേക്ക് ഒന്ന് കയറി, പരികിൽ ആൾക്കാർ വരുന്നുണ്ട്. കുറച്ച് നീങ്ങിരിക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്താ തിന്മ ചെയ്യാതിരിക്കണം? പിന്നെയോ 5 കാര്യങ്ങൾ ഞാൻ പറയാം, അതൊന്ന് സൂക്ഷിച്ചാൽ മതി. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, നിങ്ങൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ റിസ്ക് നിങ്ങൾ കഴിക്കരുത്. അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ തിന്മ ചെയ്യുന്നത്, അത് എന്താണ്, മനുഷ്യത്വപരമായിട്ട് തന്നെ യോജിക്കാൻ കഴിയുന്നതല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തിന്മ ചെയ്തോ, പക്ഷെ തിന്മ ചെയ്തതിന് ശേഷം അള്ളാഹുവിന്റെ റിസ്ക് കഴിക്കരുത്.
2, അള്ളാഹുവിന്റെ ആധിപത്യമുള്ള സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത്. 3, അള്ളാഹു കാണുന്നിടത്ത് വെച്ച് നിങ്ങൾ തിന്മ ചെയ്യുകയും ചെയ്യരുത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇവര് പറഞ്ഞു, ഇതിങ്ങനെ പറ്റിയ അള്ളാഹുവിന്റെ റിസ്ക് അല്ലാതെ പിന്നെ എന്താ ഉള്ളത്? ആകാശഭൂമികളിൽ അള്ളാഹുവിന്റെ അതിശബ്ദമില്ലാത്ത സ്ഥലം എവിടെയാണുള്ളത്? അള്ളാഹു കാണാത്ത ഏത് സ്ഥലത്ത് വെച്ചാണ് നമുക്ക് തിന്മ ചെയ്യാൻ കഴിയുക? അപ്പോ ഇബ്രാഹിം റഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇനിയും തിന്മ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഈ 3 കാര്യം മനസ്സിലാക്കിയിട്ടും പിന്നെ നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ തോന്നുന്നുണ്ട് എങ്കിൽ, തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറയണം, ഞങ്ങളൊന്ന് തൗബ ചെയ്തോട്ടെ, അതിനുശേഷം പിടിച്ചോ എന്ന് പറയണം. 4ത്തെ കാര്യം പറയണം. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, ഇദാ ജാ അജലുഹും, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം ചിന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഒരല്പസമയത്തേക്ക് പിന്തിക്കാൻ പറയുക? തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മരണപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് മഹാനായ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി. 5ാമത്തെ കാര്യം, ഇനി ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റിസ്ക് തിന്നിട്ട് നിങ്ങൾ തിന്മ ചെയ്യുന്നു, അള്ളാഹുവിന്റെ അതിശക്തമുള്ള സ്ഥലത്ത് നിങ്ങൾ തിന്മ ചെയ്യുന്നു, അള്ളാഹു കാണുന്നിടത്ത് വെച്ച് നിങ്ങൾ തിന്മ ചെയ്യുന്നു, തൗബ ചെയ്യാതെ മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ 5ാമത്തെ കാര്യം, സബാനിയാക്കളായ മലക്കുകൾ വരുമ്പോ അവരോടുകൂടെ പോകാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന് പറയുകയാണ്. ബഹുമാനികളെ, ഈ 5 കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മയിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് പ്രകാശിക്കണമെങ്കിൽ, നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാകണമെങ്കിൽ നാം നന്മയുമായിട്ട് കൂടുക എന്നതാണ്. 5 നേരത്തെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് സംവിധാനിച്ചിരിക്കുന്ന നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എങ്ങനെയാണ്? പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ നമുക്ക് പ്രേരണ നൽകാത്ത ഈമാൻ എങ്ങനെയാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യേണ്ട 5 നേരത്തെ സമയം മാത്രം, ഒരു 24 മണിക്കൂറിൽ അരമണിക്കൂർ സമയം മാത്രമാണ് അല്ലാഹു തആല നമ്മളോട് നിർബന്ധമായിട്ട് ചോദിച്ചേക്കുന്നത്. ഈ ഒരു അരമണിക്കൂർ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുക? ബഹുമാനികളെ, നന്മയുടെ വക്താക്കളാകാൻ, നന്മയുമായിട്ട് കൂടാൻ, നന്മ ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനുള്ള പരിശീലനമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിലൂടെ നാം നേടിയെടുത്തേക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, നാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തെ വിവാഹ പ്രായമായ പെൺകുട്ടികൾ, അവർക്കുള്ള പ്രീമാരിറ്റൽ കോഴ്സ് ഈ മാസം 14, 15, അതായത് ചൊവ്വ, ബുധൻ തീയതികളിൽ നടത്തപ്പെടുന്നതാണ്. 2 ദിവസം ഫുൾ ടൈം ആണ് ഈ തീയതികൾ നടത്തപ്പെടുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ കോഴ്സ് നടത്തപ്പെടുന്നത്. 2026 ജൂലൈ 1 ശേഷം ഈ കോഴ്സ് പാസ്സായവർക്ക് മാത്രമേ വിവാഹത്തിനുള്ള അപേക്ഷ കമ്മിറ്റി നൽകുകയുള്ളൂ. 10-ാം തീയതിക്ക് മുൻപായി പൂരിപ്പിച്ച ഫോം, അപേക്ഷകൾ ഓഫീസിൽ ഏൽപ്പിക്കുക. ഈ 10-ാം തീയതി, വരുന്ന 10-ാം തീയതിക്ക് മുമ്പായി കൊണ്ട് പൂരിപ്പിച്ച അപേക്ഷകൾ ഓഫീസിൽ ഏൽപ്പിക്കണം. അപേക്ഷാ ഫോറം ഓഫീസിൽ ലഭ്യമാണ്. അപേക്ഷാ ഫോറം ആവശ്യമുള്ളവര് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യണം. 10-ാം തീയതിക്ക് മുമ്പായി കൊണ്ട് അത് പൂരിപ്പിച്ച് ഓഫീസിൽ ഏൽപ്പിക്കണം. എത്ര കുട്ടികളുണ്ട് എന്ന് നോക്കിയതിനു ശേഷമാണ് അതിനുള്ള ഇൻസ്ട്രക്ടർമാർ നമുക്ക് വരികയുള്ളൂ. അതുകൊണ്ട് 10-ാം തീയതിക്ക് മുമ്പായി കൊണ്ട് തന്നെ എല്ലാവരും 17 വയസ്സിന് മുകളിൽ പ്രായമായ പെൺകുട്ടികളുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ കോഴ്സിലേക്ക് പെൺകുട്ടികൾക്ക് 14-ാം തീയതി 15-ാം തീയതി നടക്കുന്ന 2 ദിവസത്തെ കോഴ്സ്, പ്രീ മാരിറ്റൽ കോഴ്സ്, വിവാഹത്തിന് മുമ്പുള്ള ഒരു കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 2 ദിവസം കൊണ്ട് എന്ത് പഠിപ്പിക്കാനാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ദാമ്പത്തിക ജീവിതങ്ങളെല്ലാം
ചെറിയ നിസാര കാര്യങ്ങളുടെ പേരിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുകൾ അങ്ങനെയാണ്. അപ്പോ 2 ദിവസത്തെ കോഴ്സ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, കുറഞ്ഞ സമയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് നൽകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മക്കളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ആവേശത്തോടുകൂടെ തന്നെ നമ്മൾ പങ്കെടുപ്പിക്കണം. മാത്രമല്ല, നിർബന്ധ ബുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കോഴ്സിൽ ചേർന്നിട്ടില്ല എങ്കിൽ 2026 ജൂലൈ 1 ശേഷം പിന്നെ വിവാഹത്തിനുള്ള അനുമതി കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുകയില്ല കൂടി അറിയിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കുറുക്കഞ്ചേരി മഹലിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പോകുന്നവർ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. നിങ്ങളുടെ ബന്ധുക്കളിൽ കുറുക്കഞ്ചേരിയിലോ സമീപ പ്രദേശത്തോ ഉള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വിവരം അവരെ അറിയിക്കണമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ മദ്രസ പ്രവേശനോത്സവം രക്ഷകർതൃ യോഗവും 5-ാം തീയതി വരുന്ന ഞായറാഴ്ച രാവിലെ 8:30 മദ്രസ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാ രക്ഷകർത്താക്കളും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് ഉണർത്തുകയാണ്. പള്ളിയുമായി വളരെയധികം സഹകരിക്കുന്ന ഒരു സഹോദരൻ നട്ടെല്ലിന് ശസ്ത്രക്രിയ ചെയ്തിട്ട് ആശുപത്രിയിലാണ്. പൂർണ്ണ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ മുഴയെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ ദോഷങ്ങളെല്ലാം മാവാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, കൃപ കടാക്ഷം കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഖൽബുകളിൽ നീ തഖ്വ നൽകണം റഹ്മാനെ. ഇൽമിന്റെ നൂറാനിയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ മനസ്സിലാക്കാനുള്ള സാഹചര്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ അറിഞ്ഞ് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. പിശാചിന്റെ കടിവലകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും നീ രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നാഥാ, നീ ശിഫ നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ശസ്ത്രക്രിയ ചെയ്തതായ ആ സഹോദരനിക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, സഹോദരന് പൂർണ്ണമായ ശിഫ നൽകണം തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ സലാമത്ത് ശസ്ത്രക്രിയക്ക് വിധേയനായ എല്ലാവരെയും എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരൻ ഓപ്പറേഷൻ വിധേയനാകിയിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരൻ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ശിഫാ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ലോകം നീ സൗഖ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ അല്ലാഹുവേ പലവിധ പരീക്ഷണങ്ങളിലുമാണ് റബ്ബേ. അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ നിലയിലും നീ ശാന്തിയും സമാധാനം കൊണ്ടുവരണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ശത്രുക്കളെ, ദീനിന്റെ ശത്രുക്കളെ നീ തന്നെ കൈകാര്യം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.